ഹായ് ഫ്രണ്ട്സ്, മംസ് ഫേവറേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് നാളായി. ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് വന്നു. ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതാണ്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കള്ളപ്പമാണ്. വെള്ളപ്പല്ല കേട്ടോ, കള്ളപ്പം. ചിലർ വെള്ളപ്പത്തിനെ കള്ളപ്പം എന്ന് വിളിക്കുന്നുണ്ട്. വെള്ളപ്പത്തിൻ്റെയും കള്ളപ്പത്തിൻ്റെയും ടേസ്റ്റ് വേറെ വേറെയാണ് കേട്ടോ. അപ്പം നമുക്ക് കള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. കള്ളപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് 4 മണിക്കൂർ കുതിർത്തി മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയത്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ വേണ്ടത് 3/4 ഗ്ലാസ് തേങ്ങ. ഈ തേങ്ങ വെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ പച്ചരിയും ഇട്ട് 8 മണിക്കൂർ അടച്ചു വെച്ച് അരിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. തേങ്ങ വെള്ളത്തിന് പകരം 1/4 ടീസ്പൂൺ ഈസ്റ്റ് എടുത്താലും മതി. ഇത് അരച്ചെടുത്ത മാവിൽ നിന്ന് 1.5 ടീസ്പൂൺ എടുത്ത് അതിൽ 4 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കപ്പി കാച്ചെടുത്തിട്ടുള്ളതാണ്. നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഈ മാവിലേക്ക് ഇവ ഓരോന്നും ചേർക്കാം. തേങ്ങ ചേർക്കാം, പഞ്ചസാര ചേർക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട്. ഇനി കപ്പി കാച്ചിയെടുത്തതിടാം. ഇനി കുറച്ച് തേങ്ങ വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. തേങ്ങ വെള്ളത്തിന് പകരം ഈസ്റ്റാണ് ഉപയോഗിക്കണമെങ്കിൽ ഈസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഇനി മൂടി വെച്ച് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഫെർമെൻറ്റേഷന് വേണ്ടി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കണേ. നമുക്കിതിലേക്ക് കുറച്ചും കൂടി തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങ വെള്ളം ഇല്ലാത്തവർ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് 6 മണിക്കൂർ മാറ്റി വയ്ക്കാം. 6 or 7 മണിക്കൂറൊന്നും ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം. ഞാനിത് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഇത് തുറക്കാം. കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ വട്ടയപ്പത്തിനെ പോലെ അധികം പൊന്തി വരേണ്ട ആവശ്യമില്ല. ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ മാവിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ 4 ചുവന്നുള്ളിയും കൂടി നന്നായി അരച്ചതിലേക്കൂടി ചേർക്കാം. ചുവന്നുള്ളി ചേർക്കുമ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ ചേർക്കണില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഒരു തവി ഉപയോഗിച്ച് ഇളക്കി നോക്കാം. മാവ് തിക്കായിട്ടാണ് തോന്നുന്നതെങ്കിൽ അല്പം വെള്ളം ചേർത്ത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാം കേട്ടോ. ഇനി അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു തവി മാവ് ഒഴിച്ച് ചിറ്റിക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിടണം, പിന്നെ ലോ ഫ്ലെയിമിലിട്ടാൽ മതി. മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് ഒഴിച്ച് ഇതുപോലെ കള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. കള്ളപ്പത്തിൻ്റെ കൂടെ ബീഫ് കറിയോ എഗ് കറിയോ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ കുറുമയോ അല്ലെങ്കിൽ ഇഷ്ടമോ ഇതൊക്കെ കൂടി കഴിക്കാം.
ഈസ്റ്ററിന് ഞങ്ങളുടെ വീട്ടിൽ കള്ളപ്പമാണ് ഉണ്ടാക്കുക. നിങ്ങളെല്ലാവരും തന്നെ കള്ളപ്പം ഉണ്ടാക്കിയിട്ട് കമൻസ് അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.